നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്. റെഡ്മി 12 എന്ന് പറയുന്ന ഒരു 4G ഫോണാണിത്. 10,000 രൂപയുടെ താഴെ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് റെഡ്മി 12. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെഡ്മി 12 ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ ദിവസം എമ്മയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ബൈ ചെയ്തത്. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. 10,000 രൂപയുടെ താഴെ നിങ്ങളൊരു ഫോൺ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് സാധാരണ ലഭിക്കുന്ന ഫോണുകളിൽ കിട്ടാത്ത പല ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ MI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോക്സിന് മുകളിൽ 50 മെഗാ പിക്സൽ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ബോക്സിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. MediaTek Helio G88 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചത്. ഇതൊരു ഡീസന്റ് എൻട്രി ലെവൽ ചിപ്സെറ്റ് ആണ്. 6.79 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പ്രീമിയം ഗ്ലാസ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സൈഡിലും ഗൊറില്ല ഗ്ലാസ് ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. IP53 വാട്ടർ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. വെർച്വൽ റാം ഉണ്ട്. 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. 1 TB വരെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള മെമ്മറി ഉണ്ട്. 90 ഹെർട്സിന്റെ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ബോക്സിന് മുകളിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമ്മുടെ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള ഫോണാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോൺ നമ്മൾ എടുത്ത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. സിം ഇജക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ടൂൾ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സിലിക്കോൺ ബാക്ക് കേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. 22.5 വാട്ട്സിന്റെ ഒരു അഡാപ്റ്ററും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഒരു Type-C USB കേബിളും ഉണ്ട്. ഈ ഫോണിൽ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം 18 വാട്ട് സപ്പോർട്ടഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്നാൽ ഇതിനോടൊപ്പം ലഭിച്ചിരിക്കുന്ന ചാർജിംഗ് അഡാപ്റ്റർ 22.5 വാട്ട്സിന്റെ ആണ്. അതെന്താണ് അങ്ങനെ നൽകിയതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി നമുക്ക് ഫോണിന്റെ ഓവറോൾ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് സൈഡിൽ 3 ക്യാമറ മൊഡ്യൂൾ സെറ്റപ്പ് ആണ് നൽകിയിരിക്കുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ ആണ്. രണ്ടാമത്തെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് സെൻസർ ആണ്. മൂന്നാമത് നൽകിയിരിക്കുന്നത് 8 മെഗാ പിക്സലിന്റെ തന്നെ ഒരു മാക്രോ ലെൻസ് ആണ്. ഈ ക്യാമറ മൊഡ്യൂളിനോട് ചേർന്ന് തന്നെ ഒരു ഫ്ലാഷ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോണിന്റെ ബാക്ക് സൈഡിലും ഗൊറില്ല ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ലഭിക്കുന്നുണ്ട് ഈ ഗ്ലാസ് ഫിനിഷിംഗ് കാരണം. ഇനി ഇതിന്റെ വശങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാൻ സാധിക്കും. ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് നൽകിയിട്ടുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സിം ട്രേ കാണാനായിട്ട് സാധിക്കും. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. ടോപ്പിലായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു IR ബ്ലാസ്റ്റർ നൽകിയിട്ടുണ്ട്. ബോട്ടം സൈഡിലായിട്ട് ഇതിന്റെ സ്പീക്കർ യൂണിറ്റ് നൽകിയിരിക്കുന്നത് സിംഗിൾ സ്പീക്കർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു Type-C പോർട്ടും മൈക്രോഫോണും കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 8 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ബെസൽസ് അത്ര കുറവായിട്ട് തോന്നുന്നില്ല. 3 സൈഡിൽ ബെസൽസ് കുറവാണ്. എന്നാൽ ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് ബെസൽസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് 60 ഹെർട്സ് ആയിട്ട് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഡിസ്പ്ലേയുടെ ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. സാമാന്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ Android 13 MIUI 14 ഉപയോഗിച്ചിരിക്കുന്നത്. UIയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. MIയുടെ ഫോണുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഇതിനുള്ളതെന്ന്. ബട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒരുപാട് ബ്ലോട്ട് വെയറുകൾ ഇതിൽ കുത്തി നിറച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് ഗെയിം സെന്റർ അങ്ങനെയൊക്കെയുള്ള കുറേ ആപ്സ് ഇവിടെ ആവശ്യമില്ലാത്തത് കാണുന്നുണ്ട്. ഉപയോഗിച്ചിടത്തോളം എനിക്ക് ഫോണിന് ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇതൊരു എൻട്രി ലെവൽ ഫോണാണ്, ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ ഇതിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിംഗ് ഒക്കെ പറ്റും. ഇതിൽ പ്രോസസ്സർ Helio G88 എന്ന് പറയുന്ന പ്രോസസ്സർ അത്ര കണ്ടൊരു പെർഫോമൻസ് നൽകുന്ന പ്രോസസ്സർ അല്ലെങ്കിലും എൻട്രി ലെവലിലെ ബെസ്റ്റ് പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഫോണിന്റെ 2 വേരിയന്റുകൾ അവൈലബിൾ ആണ്. 4GB RAM 128GB സ്റ്റോറേജ്, 6GB RAM 128GB സ്റ്റോറേജ്. 4GB RAM 128GBക്ക് 9,999 രൂപയാണ് വില. ഇത് 4GB RAM 128GB വേരിയന്റ് ആണ്. ഒപ്പം തന്നെ വിർച്വലി റാം ഇൻക്രീസ് ചെയ്യാനുള്ള ഫീച്ചറും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കുറെ ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. മെയിൻ ക്യാമറയിലൂടെ എടുക്കുന്ന ഫോട്ടോകൾക്ക് നല്ല ഡീറ്റെയിലിംഗും ഷാർപ്നെസ്സും ഉണ്ട്. കളേഴ്സും വലിയ കുഴപ്പമില്ല. അപ്പോൾ ക്യാമറയുടെ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് ഇവിടെ നൽകുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ വെളിയിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റി കിട്ടും. മൈക്കിൻ്റെ ക്വാളിറ്റിയും ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എക്സ്റ്റേണൽ മൈക്കൊന്നുമില്ല. അതായത് നമ്മുടെ ഫോണിൻ്റെ ആ ഒരു മൈക്രോഫോണിലൂടെ തന്നെയാണ് റെക്കോർഡ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയിൽ സെൽഫി ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിത് സ്വിച്ച് ചെയ്ത് ഇതിപ്പോൾ നമ്മുടെ നോർമൽ മെയിൻ ക്യാമറ ഉണ്ടല്ലോ, ആ മെയിൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് സ്റ്റെബിലൈസേഷൻ തീരെ ഇല്ല.
ഞാനിതിപ്പോൾ പതുക്കെയാണ് നടക്കുന്നത്, എന്നിട്ട് പോലും ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ. അപ്പം എന്നാലും ക്വാളിറ്റി ഓക്കെയാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഒരാൾ പമ്മി പോകുന്നത് എന്താ പരിപാടി? സെൽഫിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിൽ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൽ നൽകിയിരിക്കുന്ന അൾട്രാ വൈഡ് ലെൻസും 8 മെഗാ പിക്സലിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. എൻട്രി ലെവൽ സ്മാർട്ട് ഫോണുകളിൽ സാധാരണ 5 മെഗാ പിക്സൽ വരെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ അത് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം 450 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. കമ്പനി ഇവിടെ ഓഫർ ചെയ്യുന്നത് 2 ഇയറിന്റെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ്. അതിനോടൊപ്പം 3 ഇയറിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ഈ ഒരു ഡിവൈസിൽ കിട്ടുമെന്നാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ട്. റെഡ്മി 12ന്റെ 5G വേരിയന്റും ഓൾറെഡി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5G ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റെഡ്മി 12 5Gയിലേക്ക് പോകാം. 5G വേണ്ട 4G ആണെന്നുണ്ടെങ്കിൽ റെഡ്മി 12ന്റെ ഈ ഒരു വേർഷൻ 10,000 രൂപയുടെ താഴെ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ചാനലിലൂടെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് വരാനായിട്ട് പോകുന്നുണ്ട്. കുറേ പ്രൊഡക്റ്റുകൾ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്കിനിയും ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ